الحمد لله رب العالمين رفع مكانة المتواضعين وذم خصال المتكبرين وأشهد أن لا إله إلا الله وأشهد أن سيدنا ونبينا محمد رسول الله اللهم صل وسلم وبارك عليه وعلى آله وصحبه ومن اتبع هداه أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين വിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്. ശാശ്വതമായ നമ്മുടെ ജീവിതം ധന്യമാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എങ്കിൽ അള്ളാഹു നമ്മെ കേൾപ്പിക്കുന്നത് തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ, ആ പാരത്രികമായ ഭവനം അത് നാം ഏർപ്പെടുത്തിയിട്ടുള്ളത് ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദ, ഭൂമിയിൽ ഔന്നിത്യമോ കുഴപ്പമോ ആഗ്രഹിക്കാത്തവർക്കാണ്. ഉലുവൻ ഫിൽ അർദ്, ഭൂമിയിൽ ഔന്നിത്യം ആഗ്രഹിക്കാതിരിക്കുക, വലാ ഫസാദ, കുഴപ്പവും ആഗ്രഹിക്കാതിരിക്കുക, വൽ ആഖിബതു ലിൽ മുത്തഖീൻ, അന്ത്യഫലം സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അനുകൂലമായിരിക്കും എന്ന്. സഹോദരങ്ങളെ, മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ടരായ പ്രവാചകന്മാരുടെ ഗുണമായിരുന്നു, സമൂഹത്തിലുള്ള എല്ലാ നല്ല മനുഷ്യരുടെയും ഗുണമാണ് വിനയം എന്ന് പറയുന്നത്. എന്താണ് സത്യത്തിൽ അത്തവാദു, വിനയം എന്ന് പറയുന്നത്? തഹ്ദീബുൻ നഫ്സി അനിൽ കിബർ, ഒന്നാമത്തെ കാര്യം അതാണ്. വിനയം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. അഹങ്കാരത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെ സംസ്കരിക്കുക. വലീനുൽ ജാനിബ്, സൗമ്യത പുലർത്തുക പെരുമാറ്റത്തിലും സംസാരത്തിലും. മൂന്നാമത്തേത് ഇഹ്തിറാമുൻ നാസ്, ആളുകളെ ബഹുമാനിക്കുക, ആദരിക്കുക. നാലാമത്തേത് അല്ലുത്ഫു ഫീ മുആമലതിഹിം, ദയയോടുകൂടി സോഫ്റ്റായി ജനങ്ങളോട് പെരുമാറുക. ഇതാണ് വിനയമെന്ന് പറയുന്നത്. ഇതുണ്ടെങ്കിൽ മനുഷ്യർക്കിടയിൽ അടുപ്പമുണ്ടാകും, മനുഷ്യർക്കിടയിൽ സ്നേഹമുണ്ടാകും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബി തങ്ങളോട് കൽപ്പിച്ചത് വഖ്ഫിദ് ജനാഹക ലിൽ മുഅ്മിനീൻ, നബിയെ അങ്ങയുടെ ചിറക് വിശ്വാസികൾക്ക് താഴ്ത്തിക്കൊടുക്കണം എന്ന്. നബി തിരുമേനിക്ക് ചിറകുണ്ടായിരുന്നില്ല, പക്ഷേ അള്ളാഹു പറയുന്നത് നബിയോട് ചിറക് താഴ്ത്തിക്കൊടുക്കണം എന്നാണ്. അഥവാ മുഅ്മിനുകളോട് ദയയുള്ളവനായിരിക്കണം, സ്നേഹമുള്ളവനായിരിക്കണം, വിനയമുള്ളവനായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, ഇന്നല്ലാഹ ഔഹാ ഇലയ്യ അൻ തവാദഉ ഹത്താ ലാ യബ്ഗി അഹദുൻ അലാ അഹദ് വലാ യഫ്ഖറു അഹദുൻ അലാ അഹദ്. ആരും മറ്റൊരാളെ പീഡിപ്പിക്കാതിരിക്കാനും ആരും മറ്റൊരാളെക്കുറിച്ച് വീമ്പിളക്കാതിരിക്കുവാനും നിങ്ങൾ വിനയവും എളിമയുമുള്ളവരായിരിക്കണമെന്ന് അള്ളാഹു എനിക്ക് വഹ്യ് നൽകിയിരിക്കുന്നു എന്ന്. സഹോദരങ്ങളെ, അറിയണം, ഈ വിനയമെന്ന് പറയുന്നത് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവരുടെ ഏറ്റവും നല്ല ഗുണമാണ്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല പ്രവർത്തനമാണ്. ഈമാനിൻ്റെ ഉന്നതമായ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഇന്നകും ലതുഗ്ഫിലൂന അഫ്ദലൽ ഇബാദ അത്തവാദു, നിങ്ങളൊക്കെ ഏറ്റവും നല്ല ഒരു ഇബാദത്തിനെ കുറിച്ച് അശ്രദ്ധരാണ്. ആ ഇബാദത്ത് അത്തവാദു, വിനയമാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മഹാനായ സഹാബിയാണ്.
അദ്ദേഹം പറയുന്നുണ്ട്, ലാ യബ്ലുഗു അബ്ദുൻ ദുറൽ ഈമാൻ ഹത്താ യകൂന മുതവാദിഅ. ഒരടിമക്കും വിശ്വാസത്തിന്റെ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്താൻ കഴിയില്ല അവൻ മുതവാദിഅ ആകുന്നത് വരെ, വിനയാന്വിതനാകുന്നത് വരെ. ഇത് ഇസ്ലാമിൻ്റെ ഗുണമാണ് എന്നർത്ഥം. സഹോദരങ്ങളെ, എങ്ങനെ നമുക്ക് ഇതിൽ അത്ഭുതപ്പെടാനാവും? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അള്ളാഹുവിൻ്റെ ഖുർആൻ വായിക്കുമ്പോൾ അള്ളാഹു ഇബാദുർ റഹ്മാനെ കുറിച്ച് പറയുന്നുണ്ട്. പരമകാരുണ്യകനായ റബ്ബിൻ്റെ അടിമകളുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ ഗുണമായി എണ്ണിപ്പറഞ്ഞത് എന്താ? വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർദി ഹൗന. റഹ്മാന്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭൂമിയിലൂടെ വിനയാന്വിതരായി നടന്നു പോകുന്നവരാണ്. അഥവാ സമാധാനത്തോടെ, വിനയത്തോടെ, താഴ്മയോടുകൂടി. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഗുണങ്ങൾ ഇബാദുർ റഹ്മാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒന്നാമത്തെ ഗുണമായി പറഞ്ഞത് ഹൗന എന്നതാണ്. ഹൗന. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഗുണങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു. ഇബാദുർ റഹ്മാൻ എന്നാ പറഞ്ഞു. റഹ്മാന്റെ ഗുണങ്ങൾ, റഹ്മാന്റെ അടിമകളുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടായിരിക്കണം അതിൽ ഒന്നാമതായി ഈ വിനയം വന്നത്? മറ്റൊന്നുകൊണ്ടുമല്ല, മഹത്വത്തിലേക്കുള്ള ഏണിപ്പടികളാണ് വിനയമെന്ന് പറയുന്നത്. ഔന്നിത്യത്തിലെത്താനുള്ള താക്കോലാണ് വിനയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മാ തവാദഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും വിനയം കാണിച്ചാൽ അള്ളാഹു അവനെ ഉയർത്താതിരിക്കുകയില്ല. നോക്കൂ, എത്ര മനോഹരമാണിത്. അതുകൊണ്ടാണ് സാധാരണയായി അറബി ഭാഷയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഇന്ന റഫീഅൽ ഖൗമി മൻ യതവാദ. സമൂഹത്തിലെ ഏറ്റവും ഉന്നതനെന്ന് പറയുന്നത് വിനയം കാണിക്കുന്നവനാണ് എന്ന്. സഹോദരങ്ങളെ, അറിയണം, ഈ വിനയം എന്ന് പറയുന്നത് നമുക്കുണ്ടോ എന്ന് നമ്മളൊക്കെ പരിശോധിച്ച് നോക്കണം. സഹോദരങ്ങളെ, നോക്കൂ, രണ്ട് ദുർഗുണങ്ങൾക്കിടയിലെ ഒരു പുണ്യമാണ് യഥാർത്ഥത്തിൽ വിനയമെന്ന് പറയുന്നത്. അന്തസ്സും അഭിമാനവുമാണ് വിനയമെന്ന് പറയുന്നത്. അഹങ്കാരമോ അപമാനമോ പരാജയമോ അല്ല വിനയമെന്ന് പറയുന്നത്. നമുക്കത് ബോധ്യമാകാൻ സാധിക്കേണ്ടതുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു മനുഷ്യനെ കണ്ടു. റജുലൻ മുതമാവിതൻ മുതകല്ലിഫൻ അത്തവാദു ഫനഹറഹു വഖാൽ ലാ തുമിത് അലൈനാ ദീനനാ. അമിതമായ വിനയഭാവം കാട്ടി ജീവനില്ലാത്തവനെ പോലെ പെരുമാറുന്ന ഒരാളെ അദ്ദേഹം കണ്ടു. അപ്പോൾ അദ്ദേഹം അവനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാചകമുണ്ട്, ലാ തുമിത് അലൈനാ ദീനനാ. നമ്മുടെ മതത്തെ കൃത്രിമ വിനയം കൊണ്ട് ദുർബലമാക്കി നീ കാണിക്കരുത് എന്ന്. അഥവാ ഇസ്ലാം ദൗർബല്യത്തിൻ്റെയും കൃത്രിമ വിനയത്തിൻ്റെയും മതമല്ല, മറിച്ച് ശക്തിയുടെയും ആത്മാഭിമാനത്തിൻ്റെയും സമതുലിതമായ വിനയത്തിൻ്റെയും ആവശ്യമാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദുർബലനായി അഭിനയിച്ച് മതത്തിൻ്റെ പ്രതിച്ഛായ നശിപ്പിക്കരുത് എന്നർത്ഥം. ഇത് നമ്മളെല്ലാവരും അറിയണം. ഈ വിനയം നമുക്കുണ്ടോ എന്ന് നമ്മളൊക്കെ പരിശോധിച്ചു കൊണ്ടിരിക്കണം. സഹോദരങ്ങളെ, ഒരു കവിയുടെ വാചകം അതിമനോഹരമാണ്. തവാദഅത കുൻ കന്നജ്മി ലാ ഹാലി നാദിരി അലാ സഫഹാത്തിൽ മാഇ വഹുവ റഫീഉ വലാ തകു കദ്ദുഖാനി യർഫഉ നഫ്സഹു ഇലാ തബഖാത്തിൽ ജവ്വി വഹുവ വദീഉ. മനോഹരമാണ് ഈ കവി പറയുന്നത്. നിങ്ങൾ വിനയാന്വിതനായിരിക്കുക. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഉപരിയിൽ നിരീക്ഷകർക്ക് മുമ്പിൽ പ്രകാശിക്കുന്ന നക്ഷത്രം പോലെയാകാൻ സാധിക്കും. വിനയമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു പുകയെപ്പോലാകരുത്. പുക അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകും, പിന്നീട് താഴ്ന്നു പോകും. മറിച്ച് നിങ്ങൾ നക്ഷത്രത്തെ പോലെയാകണമെന്ന്. നോക്കൂ, ഇതാണ് യഥാർത്ഥത്തിൽ വിനയമുള്ള മനുഷ്യരുടെ അവസ്ഥ, അവരുടെ ഗ്രേഡ് ഇതാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇത് ഒരിക്കലും ഒരു പോരായ്മയായി ആർക്കും തോന്നരുത് എന്നർത്ഥം. അങ്ങനെ വിനയമുള്ള മനുഷ്യരായി മാറുക. അള്ളാഹു അത്തരക്കാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ.
അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ വിനയമുള്ളവരാകണം. കാരണം വിനയമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന മൂല്യമാണ്. അതില്ലാത്തവൻ അഹങ്കാരിയായി മാറും. നമ്മുടെ വിനിമയങ്ങളിൽ, ഇടപാടുകളിലൊക്കെ യഥാർത്ഥത്തിൽ സമഗ്രത ഉറപ്പാക്കുന്നത് ഈ വിനയത്തിലൂടെയാണ്. വിനയമുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നും. നമ്മുടെ വിനയം മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കും. നിങ്ങൾ കണ്ടില്ലേ മഹാനായ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്? അദ്ദേഹത്തിനടുത്ത് ഒരിക്കലൊരു സ്ത്രീ വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നലി ഇലൈക ഹാജ. റസൂലേ, എനിക്ക് അങ്ങയുടെ അടുത്ത് നിന്ന് ഒരാവശ്യം നിർവഹിച്ചു കിട്ടാനുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ അങ്ങയോട് പറയാനുണ്ട് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കേട്ടപ്പോൾ അവരുടെ കൂടെ പോയി. എന്നിട്ട് വവഖഫ മുൻസിതൻ ഇലൈഹാ ഹത്താ ലബ്ബാ ലഹാ ഹജതഹാ. അവരെ ശ്രദ്ധിച്ചു കേട്ടു. അവർ പറയുന്നത് മുഴുവൻ ശാന്തമായി കേട്ടു. അവസാനം അവരുടെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുത്തു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പരസ്പരം നമുക്കിടയിൽ പിന്തുണയും ഐക്യവും ഉണ്ടാക്കുന്ന, സമൂഹത്തിൽ സ്നേഹമുണ്ടാക്കുന്ന ഈ സ്വഭാവം നമ്മളൊക്കെ ഉൾക്കൊള്ളേണ്ടവരല്ലേ? നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ ഒരുപാട് ആപത്തുകളില്ലേ? ആ ആപത്തുകളിൽ നിന്ന് നമുക്ക് സുരക്ഷിതത്വം നൽകാൻ ഈ വിനയത്തിന് സാധിക്കുകയില്ലേ? അറിയണം സഹോദരങ്ങളെ, ഈ വിനയം നമുക്ക് നഷ്ടപ്പെട്ടാൽ, നമ്മൾ സംസാരിച്ചാൽ നമ്മുടെ നാവിൽ നിന്ന് ചീത്ത വാക്കുകൾ വരും. ഈ വിനയം നമുക്ക് നഷ്ടപ്പെട്ടാൽ നല്ല കാര്യങ്ങളൊന്നും പഠിക്കാൻ നമ്മുടെ അഹങ്കാരം നമ്മളെ സമ്മതിക്കുകയില്ല. സഹോദരങ്ങളെ, നമ്മൾ അറിയണം, ഹൃദയത്തിൽ ഇരുട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വിജ്ഞാനത്തിൻ്റെ പ്രകാശം കയറി വരിക? ഈ ഹൃദയത്തിൽ ഇരുട്ടുള്ളത് ഇത്തരം അഹങ്കാരികൾക്കാണ്. അതുകൊണ്ടാണ് ജനങ്ങളൊക്കെ പറയുന്നത്, ലാ യതഅല്ലമുൽ ഇൽമ മുസ്തഹിൻ വലാ മുസ്തക്ബിർ. രണ്ടു പേർക്ക് വിജ്ഞാനം അഭ്യസിക്കാൻ സാധിക്കില്ല. ഒന്ന് ലജ്ജയുള്ളവൻ, പഠിക്കണോ വേണ്ടേ എന്ന് ചിന്തിച്ച് ചോദിക്കാൻ മടിയുള്ളവൻ. രണ്ടാമത്തേത് അഹങ്കാരിയാണ്, വിനയമില്ലാത്തവൻ. നോക്കൂ, നിങ്ങൾ കണ്ടിട്ടില്ലേ ചില അഹങ്കാരികളെ? അവർ മറ്റുള്ളവരെക്കാൾ വലിയവരാണ് എന്നാണ് അവരുടെ ധാരണ. അർഹമല്ലാത്ത പലതും അവരാവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. അവർക്കറിയാം അവർക്കതിന് അർഹതയില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം ആളുകളെ വിശേഷിപ്പിച്ചത് കലാബിസി സൗബൈ സൂരിൻ എന്നാണ്. കള്ളത്തരത്തിൻ്റെ രണ്ട് വസ്ത്രം ധരിച്ചവർ എന്ന്. സഹോദരങ്ങളെ, നമ്മൾ അറിയണം, നമ്മൾ ഈ ഇമാറാത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെയുള്ള മനുഷ്യരെ നാം കണ്ടിട്ടില്ലേ? അവർ വിനയത്തിൻ്റെ മകുടോദാഹരണങ്ങളാണ്. വിനയമെന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ അമൂല്യമായ ഒരു സ്വഭാവമാണ്. ഈ രാജ്യത്തുള്ള പ്രവാസികളോടും ഇവിടുത്തെ പൗരന്മാരോടും നമുക്ക് പറയാനുള്ളത്, ആ സ്വഭാവം ജനങ്ങൾക്കിടയിൽ നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം. നിങ്ങളുടെ മക്കൾക്ക് ആ സ്വഭാവം, വിനയമെന്ന സ്വഭാവം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാമിൻ്റെ ഉപദേശമായി പറഞ്ഞത്, വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർദി മർഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ജനങ്ങളെ അവഗണിച്ച് നീ മുഖം തിരിക്കരുത്, ഭൂമിയിലൂടെ പൊങ്ങച്ചം കാട്ടി നീ നടക്കരുത്. ദുരഭിമാനിയും പൊങ്ങച്ചക്കാരനുമായ ആരെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന്. ഈ സ്വഭാവം നമുക്കുണ്ടാകണം എന്നർത്ഥം. ദുരഭിമാനമില്ലാത്ത, അഹങ്കാരമില്ലാത്ത വിനയത്തിൻ്റെ ആൾരൂപങ്ങളായി മാറാൻ നമ്മളൊക്കെ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തെ നാം പരിശോധിക്കുക. ഞാൻ വിനയമുള്ളവനാണോ അഹങ്കാരമുള്ളവനാണോ? അഹങ്കാരമുള്ളവൻ സ്വർഗത്തിലേക്ക് എത്തുകയില്ല എന്ന ഓർമ്മ നമ്മുടെ ഉള്ളിൽ വേണം. അള്ളാഹു വിനയമുള്ളവരായി നമ്മയൊക്കെ മാറ്റിത്തരുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ വനബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വറദല്ലാഹുമ്മ അൻ അബീ ബക്രിൻ വഉമർ വഉസ്മാൻ വഅലി വഅൻ സായിരി الصحابة الأكرمين. اللهم إنا نسألك جوامع الخير
ومعاقد البر وخزائن فضلك وسعة عفوك. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أدم على دولة الإمارات عزها ونصرها واستقرارها وازدهارها وخيرها ورخاءها. اللهم احفظ الشيخ محمد بن زايد رئيس الدولة بحفظك وكرمك يا رب العالمين. اللهم وفق نوابه وولي عهده الأمين الشيخ محمد بن راشد بحفظك وكرمك يا رب العالمين. اللهم ارحم الشيخ زايد والشيخ راشد والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين.